പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇന്ത്യക്ക് മേലുള്ള അമേരിക്കയുടെ അധിക തീരുവ ഉപേക്ഷിച്ചേക്കും. പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് തീരുവ വിഷയത്തിൽ സൂചന നൽകിയുള്ള ട്രംപിന്റെ പ്രതികരണം. ഇന്ത്യക്കുമേലുള്ള അമേരിക്കയുടെ 50% തീരുവ ഉപേക്ഷിച്ചേക്കുമെന്ന സൂചന നൽകി ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ US അധിക താരിഫ് ചുമത്താൻ സാധ്യതയില്ലെന്ന് ട്രംപ് സൂചിപ്പിച്ചു. ഇന്ത്യക്കുമേൽ 25% അധിക താരിഫ് ചുമത്തുമെന്നായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നുവെന്നതിന്റെ പേരിലാണ് ഇന്ത്യക്കുമേൽ ട്രംപ് അധിക തീരുവ ചുമത്തിയത്. ആദ്യം 25% തീരുവയും പിന്നീട് 25% അധിക തീരുവയും ചുമത്തുകയായിരുന്നു. എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ ഉടനടി പ്രതികാര നടപടി വേണ്ടെന്ന നിലപാടിലാണ് ട്രംപ്. ഇന്ത്യൻ ഇറക്കുമതികൾക്ക് 25% തീരുവ ഓഗസ്റ്റ് 7 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യ ഈ നീക്കത്തെ ശക്തമായി വിമർശിച്ചു. താരിഫ് വർധനവ് അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഊർജ്ജ ഇറക്കുമതി ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഇന്ത്യ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അലാസ്ക ഉച്ചകോടി അവസാനിച്ചു. ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ ധാരണയായില്ല. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച അവസാനിച്ചു. 3 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സമാധാന കരാറായില്ല. റഷ്യ-യുക്രൈൻ വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയാകാതെയാണ് ചർച്ച അവസാനിച്ചത്. പല കാര്യങ്ങളിലും ധാരണയായി എന്നും എന്നാൽ അന്തിമ കരാറിലേക്ക് എത്തിയില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. നാറ്റോ രാജ്യങ്ങളുമായി ഉടൻ സംസാരിക്കും, അതിനുശേഷം തുടർ നടപടിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. യുക്രൈൻ സഹോദര രാജ്യമെന്നാണ് പുടിന്റെ പ്രതികരണം. റഷ്യയ്ക്ക് പല ആശങ്കകളുണ്ടെന്നും പുടിൻ പറഞ്ഞു. സെലൻസ്കി സർക്കാരാണ് അതിലൊന്ന്. സമാധാന ചർച്ചകൾ പുരോഗതിയെന്ന് പറഞ്ഞ പുടിൻ ചർച്ചകൾ തുടരുമെന്നും അറിയിച്ചു. ട്രംപിനെ പുടിൻ മോസ്കോയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അതേസമയം ധാരണയായ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ട്രംപും പുടിനും വ്യക്തത നൽകിയില്ല. തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രഖ്യാപിച്ചു. US നേതാവ് പുടിനെ അലാസ്കയിൽ കണ്ടതിനു ശേഷം ശനിയാഴ്ച ട്രംപുമായി താൻ സംഭാഷണം നടത്തിയതായി സെലൻസ്കി പറഞ്ഞു. തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ നേരിട്ട് കാണാനുള്ള ക്ഷണത്തിന് ട്രംപിന് നന്ദി അറിയിച്ച അദ്ദേഹം കൊലപാതകവും യുദ്ധവും അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ചർച്ച ചെയ്യുമെന്നും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ശക്തമാക്കി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം. ഇതിന്റെ ഭാഗമായി വിവിധ ഗവർണറേറ്റുകളിൽ പരിശോധനകൾ നടന്നുവരുന്നു. ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിലെ മാർക്കറ്റുകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലുമായി ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 2 ലക്ഷത്തോളം പരിശോധനകൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങളും ചട്ടങ്ങളും വിതരണക്കാർ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനൊപ്പം വിപണി സ്ഥിരതയും ലക്ഷ്യമിട്ടായിരുന്നു പരിശോധനകൾ. പരിശോധനയിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം വിശദമായി വിലയിരുത്തി. ഓരോ ഉൽപ്പന്നത്തിന്റെയും വില, പ്രൊമോഷൻ ഓഫറുകൾ എന്നിവയും പരിശോധിച്ചു. നിരവധി നിയമലംഘനങ്ങളും പരിശോധനയിൽ കണ്ടെത്തി. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വിവിധ ഗവർണറേറ്റുകളിൽ നന്നായി മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 28,129 ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. 1,88,138 പരിശോധനകളാണ് ഈ കാലയളവിൽ നടന്നത്. മസ്കറ്റ് ഗവർണറേറ്റിലായിരുന്നു ഏറ്റവും കൂടുതൽ പരിശോധനകൾ നടന്നത്. രാജ്യത്താകമാനം നടത്തിയ പരിശോധനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 33%-ലധികമാണിത്. മസ്കറ്റ് കഴിഞ്ഞാൽ വടക്കൻ ബാത്തിന, തെക്കൻ ഷഹർഗി എന്നിവിടങ്ങളിലാണ് കൂടുതൽ പരിശോധനകൾ നടന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആസിയാൻ ഇന്ത്യ വ്യാപാര ഉടമ്പടിയുടെ അടുത്ത അവലോകന യോഗം ഒക്ടോബറിൽ. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് യോഗം ചേരുന്നത്. ഇന്ത്യയും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അസോസിയേഷനും തങ്ങളുടെ ചരക്ക് വ്യാപാര കരാറിന്റെ നിലവിലെ അവലോകനത്തിൽ 11ാം റൗണ്ട് ചർച്ചകൾക്കായി ഒക്ടോബറിൽ യോഗം ചേരും. വ്യാഴാഴ്ച വൈകിട്ട് നടന്ന യോഗത്തിൽ ഇരുപക്ഷവും ചില കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 14 വരെ ന്യൂഡൽഹിയിൽ നടന്ന 10ാം റൗണ്ട് ചർച്ചയിൽ ആസിയാൻ ഇന്ത്യ ട്രേഡ് ചരക്ക് കരാറിന്റെ അവലോകനത്തിനായുള്ള സംയുക്ത സമിതി അതിന്റെ ഫലപ്രാപ്തി, പ്രവേശനക്ഷമത, വ്യാപാര സുഗമമാക്കൽ കഴിവുകൾ എന്നിവ മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലുള്ള ആസിയാൻ സെക്രട്ടേറിയറ്റിലാണ് 11ാമത് സമ്മേളനം നടക്കുക. മലേഷ്യ ആതിഥേയത്വം വഹിക്കും. ആസിയാൻ ഇന്ത്യയുടെ ഒരു പ്രധാന വ്യാപാര പങ്കാളിയായി തുടരുന്നു. ഇന്ത്യയുടെ ആഗോള വ്യാപാരത്തിന്റെ ഏകദേശം 11% വരും. 2024-25 ഉഭയകക്ഷി വ്യാപാരം $123 ബില്യൺ ഇത് ഇരുപക്ഷവും തമ്മിലുള്ള ശക്തമായ സാമ്പത്തിക ബന്ധത്തെ പ്രതിഫലിപ്പിക്കുകയും വരും വർഷങ്ങളിൽ മെച്ചപ്പെട്ട സഹകരണത്തിലുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹ്റിൻ സർക്കാരിന്റെ മൈഗവ് ആപ്പ് ജനപ്രിയമാകുന്നു. 24 ഗവൺമെന്റ് സേവനം കൂടി ആപ്പിൽ ലഭ്യമാകും. ബഹ്റിനിൽ ഗവൺമെന്റ് സേവനങ്ങൾ ലഭ്യമാവുന്ന മൈഗവ് മൊബൈൽ ആപ്പിൽ 24 സേവനങ്ങൾ കൂടി ലഭിക്കും. ആഭ്യന്തര മന്ത്രാലയം, സിവിൽ ഡിഫൻസ്, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, ട്രാഫിക്, ഗതാഗത മന്ത്രാലയം, വൈദ്യുതി, ജലവകുപ്പ് തുടങ്ങിയ മേഖലകളിലെ സേവനങ്ങളാണ് പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഇൻഫർമേഷൻ ആൻഡ് ഇ-ഗവൺമെന്റ് അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് മുഹമ്മദ് അലി അൽ ഖൊയ്ദാണ് ഇക്കാര്യം അറിയിച്ചത്. IT കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള സേവനം ആപ്പിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പേയ്മെന്റ് നോട്ടിഫിക്കേഷനുകൾ, അടിയന്തര സാഹചര്യങ്ങളിലെ അലർട്ടുകൾ തുടങ്ങിയ സൗകര്യങ്ങളും ആപ്പിൽ ലഭ്യമാണെന്ന് ഇൻഫർമേഷൻ ആൻഡ് ഇ-ഗവൺമെന്റ് അതോറിറ്റി അറിയിച്ചു. വ്യക്തികൾക്കുള്ള മൈഗവ്, ബിസിനസ്സുകാർക്കും നിക്ഷേപകർക്കുമുള്ള അൽതാജിർ, സന്ദർശകർക്കുള്ള വിസിറ്റ് ബഹ്റിൻ എന്നീ 3 പ്രധാന പ്ലാറ്റ്ഫോമുകളിലേക്ക് എല്ലാ ഡിജിറ്റൽ സേവനങ്ങളും ഏകീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.